പേരൊന്ന് പറയാമോ? ചന്ദ്രൻ. ഇപ്പൊ വാളകത്തുള്ള സ്റ്റൈൽ ആൻഡ് സ്മൂത്ത് ഇലക്ട്രിക്കൽസിലുള്ള വർക്ക് ചെയ്യണേ. എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൽ? 50 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ ഏതൊക്കെ ഫേമിലായിരുന്നു വർക്ക് ചെയ്തത് മെയിനായിട്ട്? ഞാൻ എറണാകുളത്ത് ജോസ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞു, പഴയ പുരാതനമായ കട. ജോസ് ഇലക്ട്രിക്കൽസ് എറണാകുളത്ത് എത്ര കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്? 42 കൊല്ലം. 42 കൊല്ലം. അന്നൊക്കെ ഈ 95, 2000 കാലഘട്ടങ്ങളിലൊക്കെ ഏതൊക്കെ ലൈറ്റ് കമ്പനികളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്? ക്രോംപ്ടൺ, ഫിലിപ്സ്, പിന്നെ ലാസ്റ്റ് കാലങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോഴേ സൺഹീറ്റ്. 95 കാലഘട്ടം. അപ്പൊ ഈ ക്രോംപ്ടൺ, ഫിലിപ്സ് പോലെയുള്ള നാഷണൽ ബ്രാൻഡുകളോട് സൺലിറ്റ് പോലെയുള്ള ഒരു കേരള ബ്രാൻഡ് എങ്ങനെ പിടിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നൊക്കെ? അവരുടെ സർവീസ്, പിന്നെ ആൾക്കാരുമായിട്ടുള്ള സമീപനം, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ക്വാളിറ്റി നല്ലതായിരുന്നു. നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ആൾക്കാർ അതിനോട് താല്പര്യം കാണിച്ചു. അങ്ങനെയാണ് ഇലക്ട്രോണിക്സ്. മാത്രമല്ല അവര് ആദ്യം നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചോക്ക് കൊണ്ടുള്ള ടൂൾ സെറ്റുകൾ ഉണ്ടാക്കാനുള്ള പ്രവണത കാണിച്ചു. അപ്പൊ അവരുടെ എടുത്തു പറയാവുന്നൊരു പ്രൊഡക്റ്റ്, 5 കൊല്ലം വാറന്റി ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ സൺലൈറ്റിന് ഉണ്ടായിരുന്നോ? ഇലക്ട്രോണിക്സ് ചോക്ക്. അത് ചോക്കില്ല, അന്ന് ചോക്കല്ലായിരുന്നു, ചോക്കിന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ 30 കൊല്ലത്തിന് ശേഷം ഇപ്പോഴും സൺലൈറ്റ് ഇവിടെ ചെയ്യുന്നുണ്ടോ? നമ്മൾ വിൽക്കുന്നുണ്ട്. ഒരു പുതിയ ടൂൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലം വാറന്റി ഉള്ളതായിരുന്നു. ഡബിൾ ലൈൻ ചോക്ക്, ഡബിൾ ലൈൻ ചാനല്, ഡബിൾ ചോക്ക്, 3 years വാറന്റി നമ്മളിപ്പോ എടുത്ത് വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടും പറയാം. ഇതുവരെ ഗ്യാരണ്ടി കൊടുത്തിട്ട് ഒരെണ്ണാണ് ആകെ വന്നിട്ടുള്ളത് ഈ 2-3 കൊല്ലം കൊണ്ട്. 3 വർഷം റീപ്ലേസ്മെന്റ് വാറന്റി ആണോ സൺലൈറ്റ് അതിന് നമ്മൾ ഓഫർ ചെയ്യുന്നത്? ഓഫർ ചെയ്യുന്നത്.